സ്പെഷ്യൽ ലഡു ബോക്സ് വെച്ചിട്ട് ഒരു ഡിസൈനർ ബോക്സ് വെച്ചിട്ട് ട്രാൻസ്പോർട്ടേഷനിൽ ഇങ്ങനെ ആടുമ്പോൾ ഒന്നും പറ്റൂല. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന വലിയൊരു കിച്ചൻ്റെ ഉള്ളിലാണ്. ഇത് ഡൽഹിയിലോ ബോംബെയിലൊന്നുമല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയിൽ ബികാഷ് ബാബു സ്വീറ്റ്സിൻ്റെ കിച്ചനാണ്. ഇവിടെ എൻ്റെ ചുറ്റും കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സും അതേപോലെ കുറേ സ്നാക്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ഒപ്പം അമിത് ജി ഉണ്ട്. അമിത് ജി ബികാഷ് ബാബു സ്വീറ്റ്സിൻ്റെ ബിഹൈൻഡുള്ള മെയിൻ പേഴ്സണാണ്. അമിത് ജി നമസ്കാരം. This is our 6th Diwali with Kochi, and Eat Kochi has been there from the time we started 2016, from a 100 square feet shop till today when we have 18 stores in Kerala. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫോക്കസ് കുറച്ചും കൂടി ഫാക്ടറി ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും, മിനിമം ഹാൻഡ് ടച്ച് but it should not taste lose ചെയ്യരുത്, authenticity lose ചെയ്യരുത്. This year we have invested in lot of machineries and equipment which is available in North India, so that നമുക്കൊരു ഏകദേശം ഒരു ഹോം മെയ്ഡ് സ്റ്റൈൽ ഉണ്ട്, ബട്ട് മെഷീൻസ് ഈസ് ഡ്രൈവിംഗ് ദ ഹോൾ തിങ്സ്. അപ്പോൾ ഈ കാണുന്നത് ഷാഹി ചംചമിൻ്റെ ക്രീമും ഷാഹി ചംചം ഉണ്ടാക്കിയത്. ക്രീം പറയുമ്പോഴേക്കും പാൽ തന്നെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പാട വരുമ്പോഴത്തേക്കും സൈഡിൽ കളക്ട് ചെയ്ത് പിന്നെ മെഷീനിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ഇതുപോലത്തെ ഐറ്റം കിട്ടുന്നതാണ്. അതാണ് ക്രീം കിട്ടുന്നത്. ഇത് രസ്ബറാബറ ഐറ്റമാണ്. സിൽവർ ഫിലിം ഓൾസോ നമ്മൾ ഉപയോഗിക്കുന്നത് ജൈനം പറഞ്ഞ ബ്രാൻഡാണ്. ഈ ജൈനം ബ്രാൻഡ് പറയുമ്പോഴത്തേക്കും പ്യുവർ 100% വെജിറ്റേറിയൻ ആണ്. ഹോൾമാർക്ക് 999.9% സിൽവർ പ്യുവർ. ഈ കാണുന്നത് അമൃത്സർ പേടയാണ്. അപ്പോൾ ഈ അമൃത്സർ പേടേനടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റോസ് പെറ്റൽസ് തന്നെ. ഈ റോസ് പെറ്റൽസ് തന്നെ നമ്മൾ ഹണിയിൽ സോക്ക് ചെയ്ത് ഓവർനൈറ്റ് ഹണിയിൽ സോക്ക് ചെയ്ത് ജാഗറി ആൻഡ് റോസ് ഇത് മിക്സ് ചെയ്തിട്ട് ദ ഇൻസൈഡ് സ്റ്റഫിംഗ് ഇഫ് യു സീ ഓഫ് എൻ അമൃത്സർ പേട, ഐ ആം ജസ്റ്റ് ബ്രേക്കിംഗ് ഇറ്റ് ഓപ്പൺ. This is the stuffing that you see, the rose and things, the honey, rose and jaggery, kesar, saffron. Actual saffron is used for the coloring. Again, only saffron is used. Full at a കഴിക്കണം. അപ്പോൾ you will get that rose and that flavor. As a single bite, right? Yeah, a single bite. That is why this sweet is designed. ഒരു 30 gram ഡിസൈൻ ചെയ്യാൻ കാരണം ഇറ്റ്സ് എ വൺ ബൈറ്റ് സ്വീറ്റ്. Okay. So you get the wholesome experience. You get the whole experience. So സ്വീറ്റ്സിൻ്റെ സൈഡ് ഇത് നമ്മുടെ ഫുഡ് ആൻഡ് സ്നാക്സ് സെക്ഷൻ ആണ്. ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമ്മുടെ ഇൻ ഹൗസ് ആണ്. ഇവിടെയും നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൈ വെച്ച് മാവ് കുഴക്കണില്ല, നമ്മൾ ഡോ മിക്സർ വെച്ചിട്ടുണ്ട്. നമ്മൾ പരമാവധി മാനുവൽ ടച്ച് കുറച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് ഇൻഫെക്ഷൻസ് കുറക്കാം. ബട്ട് ദിസ് വൺ ബ്ലേഡ് ക്യാൻ മേക്ക് a puree of tomato in 10 seconds. ഒരു 5 kilos tomatoes or 7 kilos tomatoes puree in 10 seconds. That's it. അപ്പോൾ നമ്മൾ ഇത്ര സ്വീറ്റ്സ് ഇങ്ങനെ മേളിലുണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് കൂളിംഗ് ടൈം കൊടുക്കണം. അപ്പോൾ കൂളിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ കാണുന്ന ഈ 2 റൂം. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് കൂളാക്കിയ ശേഷം സാനിറ്റൈസ് ട്രേയിലേക്ക് നമ്മൾ പാക്ക് ചെയ്ത് ഒന്നും അങ്ങോട്ടേക്ക് ഓരോ ഷോപ്പിലേക്ക് കൊടുക്കുക ചെയ്യണം. നോർമലി ആൾക്കാർ എന്ത് ചെയ്യും, കാജു കത്ലി കട്ട് ചെയ്യാൻ എടുത്ത് ഒരു വുഡൻ ഇതിലൊക്കെയാണ് സാധാരണ ഇടുന്നത്, റോൾ ചെയ്ത് എടുത്തിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ഇന്നോവേഷൻ നടത്തി. SS304 ഒരു ടേബിൾ ഉണ്ടാക്കി വിത്ത് സ്റ്റോപ്പേഴ്സ്, certain stencils which we have engineered. Okay. So this stencil again stainless steel 304. This is cut like this. Okay. So now after you have cut it, now is diagonal cutting as you see. So now in this kind of process you are achieving the diagonal shape exactly. Okay. Now the secret ingredient to Bikash Babu's Kaju Katli is sugar is used very less. Okay. We use a bit of a honey for texturing. Okay. That is also a moisture retention. Okay. So if you use honey, then your Kaju Katli stays softer for a much longer time. Sugar absorbs moisture and hardens up. This has a measurement. The measurement is very very simple. 6 centimeter, 4 centimeter, height 8 mm. Ellam piece from the start till the end. So we are talking about 2,500 kilos of Kaju Katli being made in the similar same size, shape and everywhere. Okay. കാർത്തികിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്വീറ്റാണ് കാജു കട്ട്ലി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കഴിക്കാം. ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ശരിയാണ്, നോട്ട് ടു സ്വീറ്റ്.
The sweetness is basically kept very low. We can give you 10 days life of this Kaju Katli without preservative in the same texture. Same texture. That is the secret. Plus, two boys working, making around 2000 kilos of Kaju Katli Right from morning is till night. unthinkable in a normal sweet shop. അപ്പോൾ ഈ കാണുന്ന കോൾഡ് റൂം ബേസിക്കലി കൽക്കട്ട സ്വീറ്റ്സിന് വേണ്ടിയാണ്. ഓൺലി ഫോർ കൽക്കട്ട സ്വീറ്റ്. ദിസ് ഇസ് എ 400 square feet കോൾഡ് റൂം. ആസ് യു സീ ഹിയർ, all sweets is kept under proper tagging and labeling, and all the things are done like that. The temperature control is 4 degrees, humidity control is at 85% for this. ഇത് ബ്ലൂ സ്റ്റാറിന്റെ യൂണിറ്റ് ആണ്. ബ്ലൂ സ്റ്റാറിന് അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ കാരണം രസഗുള്ളയും അങ്ങനത്തെ ഇല്ലെങ്കിൽ ചമച്ചമായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. So you have a humidity controller also in the cold rooms where the whole thing is doing it. This is a number per number in a suite. How many are there? Batch. That is the thing. The name of the item is there. അപ്പോൾ ഒരേ ഐറ്റം നമ്മൾ ഇന്ന് ഡെസ്പാച്ച് ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെയാണ് ഇതൊക്കെ. ഇതിനകത്ത് വെക്കുന്ന എത്ര ദിവസത്തെ പ്രൊഡക്ഷനാണ്? ഇത് സിംഗിൾ ഡേ പ്രൊഡക്ഷൻ. സിംഗിൾ ഡേ പ്രൊഡക്ഷൻ. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് 2 ഷിഫ്റ്റ് ഉണ്ട്. 2 ഷിഫ്റ്റ് വെച്ച് വർക്കിനുണ്ട്. അപ്പോൾ 12 മണിക്കൂർ 2 ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 9 മണി തൊട്ട് അതായത് 2 മണിയാകുമ്പോൾ അടുത്ത പേര് വരും. അപ്പോൾ ഇത് ലോഡ് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാം ഷോപ്പുകളിൽ പോകും. ചാട്ടിൻ്റെ ഐറ്റംസ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ചാട്ട് ആൻഡ് സ്നാക്സിന് വേണ്ടി വേറെ റൂം തന്നെ ഒരു 400 square feet പണി ചെയ്തു. ഇതും എല്ലാം ഐറ്റംസ് ഇതാണ് റീടോട്ട് പാക്കിങ്ങിൻ്റെ. നമ്മളിപ്പോൾ റീടോട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 30 days ലൈഫ് വിത്തൗട്ട് ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ ഓർ എനിത്തിങ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. നമ്മൾ അതേ ഫുഡ് ഉണ്ടാക്കുന്നു, സെൻട്രലൈസ്. അപ്പോൾ കോട്ടയത്തെ കഴിച്ചാലും തൃശ്ശൂരിൽ കഴിച്ചാലും നിങ്ങളുടെ എല്ലാ ഫ്രാഞ്ചൈസീസിലേക്കും എല്ലാ ഔട്ട്ലെറ്റ്സിലേക്കും ഈ സെൻട്രൽ യൂണിറ്റ് സെയിം ടേസ്റ്റ് സെൻട്രൽ. ഇപ്പോൾ കോട്ടയം കഴിച്ചാലും എറണാകുളം കഴിച്ചാലും തൃശ്ശൂർ കഴിച്ചാലും നമുക്ക് അതേ ചോല ഭട്ടൂര, അതേ പാവ് ഭാജി, ഡാൽ മഖ്നി സെയിം. ബിക്കോസ് ഇവിടെ എല്ലാം റെസിപ്പി ഫോർമുല ചെയ്യുന്നു. ഓൾസോ ഫ്രാഞ്ചൈസിക്ക് ഓപ്പറേഷണൽ ഹെഡേക്ക് ഭയങ്കര കുറവാണ്. 0. ഫ്രാഞ്ചൈസീസ് അവരവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗ്യാസ് സിലിണ്ടർ മാത്രം മേടിക്കണം. ബാക്കി പാക്കിംഗ്, ക്ലീനിങ്, ഈവൻ ക്ലീനിങ് മെറ്റീരിയൽസ് is supplied from Bikash Babu Suicide Store. Only gas cylinder needs to be bought. Balance it's done. This is a third cold room. This is basically a redundant cold room. അതായത് ഏതെങ്കിലും ഒരു കോൾഡ് റൂമിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പാല് മാത്രമേ മേടിക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ പേട, ബർഫി, രസ്മലായി, ഓൾ ദ ഐറ്റം നമ്മൾ ഇവിടെ തന്നെ ഈ മെഷീൻ 2 മെഷീനുണ്ട്. ആൻഡ് പാൽ ചൂടാക്കേണ്ട ഒരു വലിയ മെഷീനുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക. ഫുൾ ക്രീമാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും ബഹളമൊക്കെ കാണാം. ദിവാലിയുടെ സ്പെഷ്യലാണ്. എവിടെ കാജു കട്ട്ലി ഉണ്ടായാലും അവിടെ കാർത്തിക് ഒന്ന് പോസ് ചെയ്യും. ഇന്നത്തെ ന്യൂസ് ചാനലിൽ വരിക. ഈ വർഷം നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ കോവിഡ് ടൈം ആയതുകൊണ്ട് ലൂസ് സ്വീറ്റ്സ് പരമാവധി ഒന്നും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ലൂസ് സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്താൽ മാത്രം പോരാ, കസ്റ്റമറിന് എല്ലാം കിട്ടും വേണം. അപ്പോൾ നമ്മൾ പല ബോക്സസ് ഇങ്ങനെ കഴിക്കാം. ഇത് ഡിസൈനർ ബോക്സ് ആണ് വിത്ത് വികാഷ് ബാബു സ്വീറ്റ്സ് ഡിസൈനർ ബോക്സ്, ഗോൾഡൻ കളർ. പ്രൈസിങ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഇനി വികാഷ് ബാബു സ്വീറ്റ്സ് നമുക്ക് പല റേഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് പറയുമ്പോൾ 300 രൂപ തൊട്ട് 1900 rupees വരെ നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു പുതിയ ബോക്സ് പറയുമ്പോൾ ലഡുയുടെ ബോക്സ് ആണ്. ഇത് സ്പെഷ്യൽ ലഡു ബോക്സ് വെച്ചിട്ട് ഒരു ഡിസൈനർ ബോക്സ് വെച്ചിട്ട് ഒരു ഇങ്ങനെ ഹോൾഡിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ഇങ്ങനെ ഒന്നും ആടുമ്പോൾ ഒന്നും പറ്റൂല. കാജു കത്തിയുടെ ഷേപ്പിൽ തന്നെ ഒരു ഡിസൈനർ ബോക്സ് വെച്ചിട്ടുണ്ട്. And this is for our people who prefer only Kaju Katli. For example, Karthikine പോലുള്ള ആൾക്കാർക്ക് എക്സ്ക്ലൂസീവ് ആയി. So there is only Kaju Katli. It's a half kilo box. Nice looking box. Golden color base with gold. And this is food grade printing. Okay. This is the advantage of Rasmalai in retort packing is 10 days. Normally Rasmalai 2 days. Yeah, correct. This is how the box is. Okay. If you see. Now the advantage is retort packed ആണ്. Retort packed and also it is so spilly illa. It is sealed. So if you see the sealed, there is sealed and retort packed.
so that there is no spillage. So when you are transporting somewhere, കുലുക്കം വന്നാലും ഇത് ഫ്രിഡ്ജിനകത്ത് വെണ്ണ വീണ്ടും സെറ്റിലായി and you can have it for almost 10 days. ഇവിടെ ഡിസ്പ്ലേയിലുണ്ടല്ലോ സേ ലൈക്ക് എന്തൊക്കെയാ സോർട്ടഡിൽ വരുന്നത്. അതെ, ഡിസ്പ്ലേയിൽ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അവയർനെസ് വേണ്ടി. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് ഇതൊരു കോമ്പാക്റ്റ് ഓൾ ഇൻ വൺ സിസ്റ്റമാണ്. ഓക്കെ. കാരണം ഒത്തിരി പേർക്ക് വികാസ് ബാബുയുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവില്ല. അപ്പോൾ ദിസ് ഈസ് എ ഓൾ ഇൻ വൺ കോമ്പാക്റ്റ് ഒരു ചാർട്ട് കൗണ്ടറാണ്. വേർ ഇതിൽ തന്നെ അവർക്ക് പലത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ടിങ് പ്രോഡക്റ്റ് ഒരു 9 ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ചാർട്ട് യൂണിറ്റ് വിച്ച് ഇസ് ഗോയിങ് ടു ബി സ്മോൾ. സോ ഫോർ എക്സാമ്പിൾ 250 സ്ക്വയർ ഫീറ്റ്. ഒരു 250 സ്ക്വയർ ഫീറ്റിൽ യു ക്യാൻ സർവീസ് a lot of customers with charts and stuffs like this. Okay. So this machine will service them. Okay. അത് വർക്ക് ടേബിൾ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണം, സോ ദാറ്റ് നമുക്കൊരു 8-9 പ്ലേറ്റ് ഒരുമിച്ച് സർവീസ് ചെയ്യാൻ പറ്റും. ഹാൻഡിയാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. താഴത്തെ സ്റ്റോറേജ് ഉണ്ട്. 30 പോർഷൻ ഇവിടെ ഉണ്ടാക്കാം. പ്ലസ് ഇതിൻ്റെ ഒരു ഒരു രണ്ടാമത്തെ ഒരു സ്റ്റോർ വെർഷൻ താഴെ വെച്ചിട്ടുണ്ട്. പ്ലസ് ആ കാണുന്ന റെഫ്രിജറേറ്ററിനകത്ത് നമ്മളൊരു അതിനകത്ത് ഒരു മൂന്നാമത്തെ പോർഷൻ വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു ചാർട്ട് ഷോപ്പ് 250 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വികാസ് ബാബുയുടെ ഈ ഒരു സംഭവം പാർട്ട്ണർ വിത്ത് വികാസ് ബാബു യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. ഹൈജീനിക് ആൻഡ് നീറ്റ് ചാർട്ട് ഷോപ്പ് ഉണ്ട്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ആക്കി എടുത്ത മെഷീനാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ മേളിൽ കാണുന്ന സമോസ ഫ്രൈ ആയിട്ട് വെച്ചിട്ടും ഇതിൻ്റെ ബാക്കിൽ ഒരു ആക്രിലിക് ഡോർ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫ്ലൈസോ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു നല്ല ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കും, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. ഹൈറ്റ് ഓൾസോ മെഷേർഡ് ആണ്. ഇതിൻ്റെ ഈ കാണുന്നത് പാനുകൾ കൂളിംഗ് ആണ്. ഇത് റെഫ്രിജറേഷൻ ഉണ്ട്. ഈ കാണുന്നത് നമുക്ക് 8 പാൻ കൂളിംഗ് ആണ്. കാരണം കസ്റ്റമേഴ്സിന് എപ്പോഴും കൂളിങ്ങിൻ്റെ ഒരു ചാർട്ടിൻ്റെ കൂളിങ്ങിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. ചട്നീസ് കൂൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പ്ലസ് ഈ സംഭവം ഒരു ലേശം ഹീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് കൂളിംഗ് ആൻഡ് ദിസ് ഈസ് ഹീറ്റിംഗ് in a single unit. Yeah, so samosas will always remain mild. When you're frying 10 samosas, 15 samosas, then it's always going to remain little bit warm. Again, നമ്മൾ പറഞ്ഞത് സമോസ എല്ലാം നമ്മൾ അതേ പറഞ്ഞ പോലെ MAP പാക്കിങ്ങിലാണ് വരുന്നത്, എല്ലാം ഫ്രാഞ്ചൈസിന്ന്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് റെഡി ടു ഫ്രൈ. സോ അഗൈൻ ഇവിടെ ഈ ഫ്രാഞ്ചൈസി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്ക് സ്പേസ് എടുത്ത് just take out the samosa from the cold and fry it. നമ്മൾ ഈ കണ്ട മൊത്തം പ്രോസസ്സ് റൺ ചെയ്യുന്നത് എത്ര സ്റ്റാഫിനെ വെച്ചിട്ട്? അപ്പോൾ വികാസ് ബാബു ഫാക്ടറി പ്രൊഡക്ഷനിൽ നമുക്കൊരു 78 സ്റ്റാഫുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്. കാജു കത്ലി ഉണ്ടാക്കണം, കൽക്കട്ട സ്വീറ്റ്സ് ഉണ്ടാക്കണം. ദൈവം സഹായിച്ച് നമുക്ക് ഇനിയും അടുത്ത വർഷം കൂടുതൽ സ്റ്റാഫുകൾ ടാർഗറ്റ് 150 സ്റ്റാഫ് ആക്കാനാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ദീപാവലിയാണ്, സ്വീറ്റ്സ് കഴിച്ച് എല്ലാവരും അർമാദിക്കുക. വികാസിൽ വന്നാൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാവർക്കും ഹാപ്പി ദിവാലി ആൻഡ് അഭിജി ഓൾ ദി ബെസ്റ്റ്. Yeah, happy Diwali wishes to everybody. Come experience Vikas Babu. It's a different experience in Kerala that we are trying. Need all your support. Let's grow together. Thank you so much. You will see the difference.